എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഐസ്ക്രീം ദോശയാണ്. അപ്പോൾ എനിക്ക് ഈ ഐഡിയ കിട്ടിയത് മാതൃഭൂമി ന്യൂസിൽ നിന്നാണ്. ഇപ്പോൾ തട്ടുകടയിലൊക്കെ ഇതൊരു സ്പെഷ്യൽ വിഭവമാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി നോക്കിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ സംഭവം നല്ല കിടിലനാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ആദ്യം ഞാൻ തയ്യാറാക്കുന്നത് ബിസ്ക്കറ്റ് ദോശയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മാരിൻ്റെ ബിസ്ക്കറ്റാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ബിസ്ക്കറ്റാണ് ഉള്ളത്, ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിവിടെ ഡാർക്ക് ഫാൻറ്റസിയും കൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം ബിസ്ക്കറ്റ് നമ്മൾ ദോശമാവിൽ മുക്കിയിട്ട് ചൂടായ പാനിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ദോശമാവ് കുറച്ച് കുറുക്കിയ ടൈപ്പിലായിരിക്കും ഇരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ബിസ്ക്കറ്റ് മുക്കുമ്പോഴത്തേനും അതിൽ നന്നായിട്ട് പിടിക്കില്ല. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു തരം ദോശയാണിത്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടമാകും. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളതനുസരിച്ച് ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു സൈഡ് മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഞാൻ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പുറത്തെ സൈഡ് മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്കിതിൽ നിന്നും എടുക്കാം. പിന്നെ ഞാനിവിടെ ഡാർക്ക് ഫാൻറ്റസി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബിസ്ക്കറ്റ് ദോശ എല്ലാം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഡാർക്ക് ഫാൻറ്റസി ഒന്ന് മുറിച്ച് കാണിക്കാം. ഉള്ളൊക്കെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. ആ ഉള്ളിലെ ക്രീമി പോലെ ഇരിക്കുന്ന ചോക്ലേറ്റ് ഭാഗമൊക്കെ നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും അതുപോലെ തന്നെ നല്ല കിടിലനാണ്. അതിന് നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, അത് മാത്രമായിട്ട് തന്നെ തിന്നാൻ പറ്റും. പിന്നെ ഈ ബിസ്ക്കറ്റ് ദോശയുടെ കൂടെ നമ്മൾ ഐസ്ക്രീമോ എന്തെങ്കിലും വെച്ച് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഒന്നിൽ ജാം പുരട്ടയും ഒന്നിൽ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചിട്ടതും ഒക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് ഐസ്ക്രീമിൻ്റെ കൂടെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അതിന് നിങ്ങൾക്ക് എന്ത് ഫ്ലേവേഴ്സ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഏത് ഐസ്ക്രീം വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതുമാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റ് ദോശ ഇവിടെ തയ്യാറാണ്. ഇനി നമുക്ക് അടുത്തായിട്ടുള്ള വേറെ ഐസ്ക്രീം ദോശ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു തവി മാവ് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് കനം കുറച്ച് പരത്താണ്. പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ബൂസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് എന്ത് വേണമെങ്കിലും ചേർക്കാം. ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ് അല്ലെങ്കിൽ ന്യൂട്ടല്ല, പീനട്ട് ബട്ടർ, ഇങ്ങനെ എന്ത് വേണമെങ്കിലും ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇതിൻ്റെ ഞാൻ സൈഡിൽ നിന്ന് നടുവരെയുള്ള ഭാഗം ഞാനൊന്ന് കത്രി കൊണ്ട് മുറിച്ചിട്ടുണ്ട്. കത്രി കൊണ്ടോ കത്തി കൊണ്ടോ മുറിക്കാം. അതിനുശേഷം ഇതൊന്ന് ചുരുട്ടിയെടുക്കുക. അപ്പോൾ നല്ല രീതിയിലുള്ള കോണാകൃതിയിൽ നമുക്ക് കിട്ടും. ഇത് കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷമാകും. ഇത് നമുക്ക് ഐസ്ക്രീമിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഇനി വേറൊരു തരത്തിലുള്ള ഐസ്ക്രീം ദോശ നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു തവി മാവ് വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ കനം കുറച്ച് പരത്തുക. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണയാണ് ഒഴിക്കുന്നത്. നല്ലെണ്ണ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് ഐസ്ക്രീം വേണമെങ്കിലും ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ഐസ്ക്രീം വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുത്താൽ മതി. ദോശയിൽ മാത്രമല്ല ഇഡലിയിൽ നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിൽ പലതരത്തിലുള്ള സിറപ്പുകൾ വെച്ചിട്ട് പലതരത്തിലുള്ള ഐസ്ക്രീമും വെച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് ഓറിയോ പൊടിച്ചെടുത്തതാണ്. അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയാണ്. അപ്പോൾ കാണുമ്പോഴും നല്ലൊരു ഭംഗി തന്നെയാണ് ഇതിനുള്ളത്. പിന്നെ എല്ലാ സൈഡും മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് പാനിൽ നിന്നും എടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇതിലെ ഇൻഗ്രീഡിയൻസിൽ മാറ്റം വരുത്താം, അതുപോലെ ഫ്ലേവേഴ്സിൽ മാറ്റം വരുത്താം. പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മുടെ ഐറ്റമായിട്ടുള്ള ഐസ്ക്രീം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ചോക്ലേറ്റ് സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് അല്ലെങ്കിൽ ഏത് സിറപ്പ് വേണമെങ്കിലും ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.